എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള സ്പായിലെ തുടക്കത്തിലുള്ള ഒരു സീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സിനിമാ സംവിധായകൻ ആ സ്പായിൽ ജോലി ചെയ്യുന്ന സ്ത്രീയോട് നിങ്ങളുടെ കഥ എന്താണ്, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താണ് എന്നൊക്കെ ചോദിക്കും. എന്തിനാണ് പ്രശ്നങ്ങൾ അറിയേണ്ടത് എന്ന് ആ ജീവനക്കാരി ചോദിക്കുമ്പോൾ, അതറിഞ്ഞാലേ സെറ്റപ്പും കോൺഫ്ലിക്റ്റും റെസൊല്യൂഷനും ഒക്കെയുള്ള ഒരു 3 ആക്ട് സ്ട്രക്ചറുള്ള സിനിമ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഈ സംവിധായകൻ പറയും. അപ്പോൾ ഈ സ്പായിലുള്ള തെറപ്പിസ്റ്റ് ചോദിക്കും, ഈ പ്രശ്നങ്ങളൊന്നും കാണിക്കാതെ നിങ്ങൾക്കൊരു സിനിമ ഉണ്ടാക്കിക്കൂടെ എന്ന്. ഈ മൊത്തം സീനിലൂടെ ഒരർത്ഥത്തിൽ എബ്രിഡ് ഷൈൻ നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന സിനിമ അങ്ങനെ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന സിനിമയല്ല എന്നത്. ഒരു സ്പായുടെ പശ്ചാത്തലത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള മൊറാലിറ്റിയെ പരിഹസിക്കുന്ന സറ്റൈറിക്കൽ ആയിട്ടുള്ള ഒരു ആന്തോളജി പടമാണിത് എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ ട്രാക്കിലുമുള്ള ഹ്യൂമറും ഇമോഷനും ചില ഏരിയകളിൽ കണക്ട് ആകുന്നുണ്ടെങ്കിലും ഉണ്ടാക്കി വെച്ച ഒരു സെറ്റപ്പിന് ഒരു അവസാനം ഉണ്ടാക്കിയെടുക്കാൻ എബ്രിഡ് ഷൈൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. കൊച്ചിയിലെ ഒരു സ്പായിലെ കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ സിനിമ. ഏതാണ്ട് 7ഓളം സ്ത്രീകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പണക്കാരും പഠിച്ചവരും ഡോക്ടർമാരും ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നവരും ഒക്കെ ഇവരുടെ ക്ലയൻസ് ആണ്. അത്തരത്തിലുള്ള ഒരു സ്പായിൽ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. എബ്രിഡ് ഷൈൻ ഒരുക്കിയിട്ടുള്ള ചിത്രങ്ങളായിട്ടുള്ള പൂമരവും ആക്ഷൻ ഹീറോ ബിജുവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് സ്ട്രക്ചറുകളെ പൊളിക്കാനുള്ള പുള്ളിയുടെ ഒരു താല്പര്യം നമുക്ക് കാണാൻ പറ്റും. പൂമരത്തിൽ പ്രത്യേകിച്ച് കോൺഫ്ലിക്റ്റുകളൊന്നും കാര്യമായി ബിൽഡ് ചെയ്യാതെ പ്രേക്ഷകരെ ഒരു യൂത്ത് ഫെസ്റ്റിവലിന്റെ നടുവിൽ കൊണ്ടുവിടുകയായിരുന്നു. ഇറങ്ങിയ ആദ്യത്തെ ആഴ്ചയിൽ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമ ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു വിഭാഗം പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം കണ്ടു ശീലിച്ചിട്ടില്ലാത്ത ട്രാജഡിയിൽ നിന്ന് പെട്ടെന്ന് കോമഡിയിലേക്കൊക്കെ ട്രാക്ക് മാറുന്ന രീതിയിലായിരുന്നു ആ സിനിമയുടെ ഒരു സ്ട്രക്ചർ. സ്പാ എന്ന സിനിമ നോക്കുകയാണെങ്കിലും ഇത്തരത്തിൽ മാറ്റിപ്പിടിക്കാനുള്ള ഒരു തീരുമാനം നമുക്ക് കാണാൻ സാധിക്കും. സാധാരണഗതിയിൽ ഇങ്ങനെയൊരു സിനിമ വരുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ വേറെ ഗതിയില്ലാതെ ഈ പണിക്ക് പോകുന്ന സ്ത്രീകൾ എന്ന രീതിയിലാണ് നമ്മൾ കഥ കാണാറ്. എന്നാൽ ഈ സിനിമയെ ഒരു കഥയാക്കാതെ ഈ തൊഴിലിനെ തൊഴിലായിട്ട് കാണുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്ത്രീകളുടെ കഥയായിട്ട് പ്രസന്റ് ചെയ്യാനാണ് എബ്രിഡ് ഷൈൻ ശ്രമിക്കുന്നത്. ആ ഒരു തീരുമാനം ഹ്യൂമർ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ സിനിമയെ സഹായിക്കുന്നുണ്ട്. ഡബിൾ സ്റ്റാൻഡേർഡുകളെ പരിഹസിക്കുക എന്നത് തന്നെയാണ് സിനിമയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഇതിലെ പുരുഷ കഥാപാത്രങ്ങളെല്ലാം തന്നെ അവരവരുടെ സെക്ഷൽ ആയിട്ടുള്ള ഫീലിംഗ്സിനെ കുറിച്ച് നല്ല ധാരണയുള്ളവരാണ്. പക്ഷെ നാട്ടുകാർ എന്ത് പറയുമെന്നുള്ള ഭയവും കൂടെ കൊണ്ടു നടക്കുന്നവരാണ് അവർ. ഈ സിനിമയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സംഗതി ഇതിലെ കാസ്റ്റിംഗ് ആണ്. ഒരുപാട് നടന്മാർക്ക് നമ്മൾ ചാർത്തി കൊടുത്തിട്ടുള്ള സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെട്ട ക്യാരക്ടറുകളുണ്ട്. അതായത് മേജർ രവി ആണെങ്കിൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും. ശ്രീകാന്ത് മുരളി ആണെങ്കിൽ ഒന്നെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ വക്കീൽ. ഈ ഒരു പാറ്റേൺ പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ കാസ്റ്റിംഗ് നടക്കുന്നത്. പക്ഷേ ഇത്തരം കഥാപാത്രങ്ങൾ സ്പായുടെ ഉള്ളിലെത്തിയാൽ സ്വഭാവം ഉൾട്ടയാകും. അതുപോലെ സാധാരണഗതിയിൽ നമ്മൾ വില്ലന്മാരായിട്ടോ വില്ലന്മാരുടെ കൂടെയുള്ളവരായിട്ടോ കാണുന്ന വിജയ് മേനോനും വിനീത് തട്ടിൽ ഡേവിഡും ഒക്കെയാണ് അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകളോട് കുറച്ചെങ്കിലും മനുഷ്യത്വപരമായിട്ട് പെരുമാറുന്നത്. ഓരോ പുരുഷ കഥാപാത്രങ്ങളെ ഉപയോഗിച്ച് എപ്പിസോഡ് പോലെ പോകുന്നത് തരക്കേടില്ലെങ്കിലും ഇതിനെല്ലാം കൂടി ഒരു നല്ല അവസാനം കണ്ടുപിടിക്കാൻ സംവിധായകന് പറ്റുന്നില്ല. ക്രിയേറ്റീവ് ബ്ലോക്ക് അടിച്ചിട്ടാണെന്ന് തോന്നുന്നു പുള്ളി സോഷ്യലി റെസ്പോൺസിബിൾ സിനിമകൾ പിടിച്ച് അവാർഡൊക്കെ വാങ്ങുന്ന പ്രിട്ടൻഷ്യസ് ആയിട്ടുള്ള ഫിലിം മേക്കർമാരെ കളിയാക്കാൻ ഈ സിനിമയുടെ അവസാന ഭാഗത്തെ ഉപയോഗിക്കുന്നുണ്ട്. സ്പായിലെ ഏറ്റവും എക്സ്പീരിയൻസും ഡിമാൻഡുമുള്ള തെറാപ്പിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ശ്രുതി മേനോനാണ്. ഓരോ ക്ലയന്റുകളോടുമുള്ള ആ ക്യാരക്ടറിന്റെ റിയാക്ഷൻ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാൻ ശ്രുതിക്ക് സാധിക്കുന്നുണ്ട്. സൗമ്യമായിട്ട് തുടങ്ങിയിട്ട് അവസാനം അലറി വിളിക്കുന്ന ലെവലിലേക്ക് എത്തുന്ന ഒരു ക്യാരക്ടറാണ് രാധിക രാധാകൃഷ്ണനും ലഭിച്ചിട്ടുള്ളത്. ശ്രീജാദാസിനും സാമാന്യം സ്ക്രീൻ ടൈം ഉള്ള ഒരു പ്രധാന കഥാപാത്രത്തെയാണ് ലഭിച്ചിട്ടുള്ളത്. സംഭവം സ്പായിലെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന സിനിമയാണെങ്കിലും അഭിനയിക്കാനുള്ള ഒരു സ്കോപ്പ് നോക്കുമ്പോൾ ഈ സിനിമ കൂടുതൽ അവസരം കൊടുത്തിരിക്കുന്നത് ആണുങ്ങൾക്കാണ്. പേടിയും ഈഗോയും ഒരേപോലെയുള്ള ആക്ടർ ക്യാരക്ടറായിട്ട് രാഹുൽ മാധവ് നല്ല പ്രകടനം കാഴ്ചവെച്ചു. വിചിത്രമായ ആഗ്രഹങ്ങളുള്ള കവിയായിട്ട് വന്ന ദിനേശ് പ്രഭാകറും സ്വന്തം റോള് ഭംഗിയായിട്ട് ചെയ്തു. വിനീത് തട്ടിൽ ഡേവിഡിനാണ് ഇതിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ക്യാരക്ടർ ലഭിച്ചിട്ടുള്ളത്. ശുദ്ധഹൃദയന്മാർ വരെ അവർ പോലും അറിയാതെ ഹിപ്പോക്രൈറ്റുകളായിട്ടാണ് ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്നത് എന്ന് കാണിക്കാൻ ആ ക്യാരക്ടറിനെ സിനിമ ഉപയോഗിക്കുന്നുണ്ട്. ഈ പടത്തിലെ ഏറ്റവും എന്റർടൈനിങ്ങും അതേസമയം ഏറ്റവും റിസ്ക് പിടിച്ചതുമായ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് ശ്രീകാന്ത് മുരളിയാണ്. സ്പോയിലർ ആകുമെന്നതിനാൽ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. മേജർ രവി, വിജയ് മേനോൻ, പൂജിത മേനോൻ, പ്രശാന്ത് അലക്സാണ്ടർ, ജോജി ജോൺ, അശ്വിൻ കുമാർ, രാജശ്രീ ദേശ്പാണ്ഡെ എന്നിങ്ങനെ പ്രാധാന്യമുള്ള എന്നാൽ സ്ക്രീൻ ടൈം കുറഞ്ഞ കഥാപാത്രങ്ങളായിട്ട് മറ്റു താരങ്ങളും വരുന്നുണ്ട്. ഈ അടുത്ത കാലത്തുള്ള ഒരുപാട് മാധ്യമ വാർത്തകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കേരളത്തിൽ സ്പാകളുടെ എണ്ണം വലിയ തോതിൽ കൂടിയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. നാട്ടുകാർ ഇത്തരം സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയും പോലീസ് റെയ്ഡ് നടത്തുകയും ചെയ്യുന്നതൊക്കെ ഈ അടുത്തുകൂടി പ്രധാന വാർത്തകളിൽ ഉണ്ടായിരുന്നു. വളരെ സർക്കാസ്റ്റിക് ആയിട്ട് എത്തരം സാഹചര്യമാണ് ഈ സമൂഹത്തിലെ ആണുങ്ങളെ ഹാപ്പി എൻഡിങ് തേടി സ്പാകളിൽ എത്തിക്കുന്നത് എന്നത് കാണിക്കാനാണ് ഈ സിനിമ ശ്രമിക്കുന്നത്. പടം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫിലിം മേക്കിംഗ് മികവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന രീതിയിലൊന്നുമല്ല ഈ പടം സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കാരണം സ്പായിൽ കിട്ടുന്ന എക്സ്ട്രാ സർവീസുകൾ കാരണമാണ്. അപ്പോൾ ഈ പടം കാണാൻ പോയിട്ട് അയ്യേ ഇതൊക്കെയാണോ സിനിമ എടുക്കുക എന്ന് ചോദിച്ചാൽ
ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എബ്രിഡ് ഷൈൻ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തെ പിന്തുണയ്ക്കുന്ന അവസ്ഥയാകും. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്